ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സുകൾ ഉണ്ട്. എല്ലാം കിഴിക്കത്തിന്റെ കീഴിലേക്ക് പോവാം. വലിച്ചു കീറുന്ന ഫസ്റ്റ് വൺ അതാ കീറി. സോറി, പറഞ്ഞ പോലെ തന്നെ ആക്രാന്തം കണ്ടപ്പോൾ തന്നെ തോന്നിയായിരുന്നു. സോറി ഗൈസ്. ഫസ്റ്റ് വൺ ഇത് ഒന്നൊന്നര കീറില്ല. ടോക്സിക് നടുപ്പേജ് കീറി. ടോക്സിക് സിനിമയുടെ ഇൻട്രൊഡ്യൂസിങ് വീഡിയോ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. മൊത്തം പ്ലാറ്റ്ഫോമിൽ നിന്ന് ഇവർ 200 മില്യൺ വ്യൂസ് സ്വന്തമാക്കിയിട്ടുണ്ട്. 200 മില്യൺ വ്യൂസ് ഒറ്റ ദിവസം കൊണ്ടാണ്. നല്ല കീടലം വെടി പൊട്ടി. പൊട്ടിയ വെടി എവിടെയാണെന്ന് അറിയാൻ വേണ്ടി എല്ലാരും കയറി നോക്കിയിട്ടുണ്ട്. ഓക്കെ, എന്നാണെങ്കിൽ നല്ല അഭിപ്രായം ഉണ്ട് കേട്ടോ. അത് ഇല്ലെന്ന് പറയാൻ പറ്റില്ല. കിടിലൻ സാധനം കേട്ടോ. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ ഒരു ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഇൻട്രൊഡക്ഷൻ സീനാണത്. അടുത്തത് ദ റക്കിംഗ് ക്രൂ. പ്രൈം വീഡിയോയിൽ ജനുവരി 28 ബാറ്റിസ്റ്റയും മൊമോയും അഭിനയിക്കുന്ന സിനിമയാണ്. നമ്മുടെ ബാറ്റിസ്റ്റ ഓർമ്മയുണ്ടോ? WW കുട്ടിക്കാലം. അന്ന് WWF ആയിരുന്നു, ഈ അല്ല. മിരുദൻ 2 ജയം രവി നായകനായ സിനിമയാണ് മിരുദൻ. അതിന് 2ാം ഭാഗം വരുമെന്നുള്ള ഒരു റൂമർ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു ചോദ്യം വന്നിട്ടുണ്ട്. ഇപ്പോൾ പരാശക്തിയുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ജയം രവി ഇവിടെ നമ്മുടെ കേരളത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളോട് ചോദിച്ചാണ്. അപ്പോൾ ആൾ പറഞ്ഞു എഴുതുന്നുണ്ട്, അത് നടക്കുന്നു. അപ്പം മിരുദൻ 2. എൻ്റെ ചോദ്യം ഇതാണ്, പരാശക്തി നാളെ വരുമോ? അത് നടക്കുമോ? എഴുതിക്കൊണ്ടിരിക്കുന്നത് പിന്നെ അതവിടെ പിന്നെ പരാശക്തി വരുമോ എന്താണ്? കൊള്ളാം. ചിരിച്ചിട്ടേ ഞങ്ങൾ ഇതിന് മുമ്പ് ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അതിന് ചിരിച്ചിട്ടാണ് ഈ ഒരു അവസ്ഥ. അടുത്തത് രാജാ സാബ്. സിനിമയുടെ ഡിജിറ്റൽ റൈറ്റ്സ് ജിയോ ഹോട്ട്സ്റ്റാർ സ്വന്തമാക്കിയിട്ടുണ്ട് കേട്ടോ. ഇന്നലെ സ്വന്തമാക്കിയത്. ഇന്നാണെങ്കിൽ അത് സ്വന്തമാക്കൂലായിരുന്നു. ഇന്നാണെങ്കിൽ അത് ഒഴിവാക്കിയത്. പറയാതിരിക്കുക നല്ലത്. ഒന്നും പറയാൻ. എൻ്റെ മോനെ ഒരു സാധനം ഉണ്ട്. അതായത് മുതലയും കൊണ്ടൊക്കെ തിയേറ്ററിന്റെ ഉള്ളില് എന്തുമാതിരി പ്രാന്തന്മാരാടെ. എന്തെന്നാണിത്? അയ്യോ, തിയേറ്ററിൽ പോയിട്ട് മര്യാദ കുറിച്ച് സിനിമ കാണാൻ പറ്റില്ല. മുതലയും ആനയും ഒക്കെ വരുന്നത്. ഫുള്ള് ചിരിയാണ്. പള്ളിച്ചട്ടമ്പി ഡിജോ ജോസ് ആന്റണി സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. ടോവിനോണ് നായകൻ. ഇതിൽ കാമിയോ നമ്മുടെ പൃഥ്വിരാജ് വരുന്നുണ്ട്. അതിന് ഷൂട്ട് കംപ്ലീറ്റ് ആയതാണ്. ഇതൊക്കെ നമ്മളൊക്കെ ഇങ്ങനെ പറഞ്ഞ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെയുള്ള കുറച്ച് റൂമേഴ്സ് മാത്രമേ ഉള്ളായിരുന്നു. പക്ഷേ ടർബോയ്ക്ക് ഒരു പണി കൊടുത്ത ഒരാളുണ്ട്, പ്രശാന്ത് അലക്സാണ്ടർ അല്ലേ? അതെ, പ്രശാന്ത് കുറച്ച് കാര്യങ്ങൾ ഇതുപോലെ അന്ന് ടർബോൻ്റെ കുറച്ച് രഹസ്യങ്ങൾ പുറത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് കുറച്ച് ഏറിപ്പോയതാണ്. അതിനുശേഷം ഇന്നും ആളുടെ ഭാഗത്ത് നിന്ന് ഒരു ചെറിയ സംഭവം വന്നിട്ടുണ്ട്, കാണാം. സിനിമയാണ്. വളരെ അധികം ഹാർഡ് വർക്ക് ചെയ്ത് കഷ്ടപ്പെട്ട് ചെയ്ത സിനിമയാണ്. ഇനിയും രാജുവിന്റെ പ്രൊഫഷൻസ് കഴിഞ്ഞു. പൃഥ്വിരാജ് ന്യൂസിലൊക്കെ വന്നായിരുന്നല്ലോ. തീരുമാനമായി. ഇത് തെറ്റിദ്ധരിച്ചു പോണാണേ. ആ സമയത്ത് ആടെ മനസ്സിലേക്ക് എന്തോരം മുഖങ്ങളെ അല്ല ആദ്യം വന്നിട്ടുണ്ടാവില്ല അന്നത്തെ തെറി വിളിയാ മമ്മൂട്ടിയുടെ മുഖം. എന്റെ പൊന്നു, അന്ന് കേട്ടതിന്റെ ബാക്കിയാണല്ലോ ഇനി കേൾക്കാൻ പോണത്. ടർബോന്റെ ബാക്കിയല്ല അതിന് ശേഷം വരുള്ളൂ. അടുത്തത് സ്പാ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തു വന്നിട്ടുണ്ട്. എബ്രിഡ് ഷൈൻ ഓൾട്ടർനേറ്റ് ഡയറക്ഷൻ. ശ്രുതി മേനോൻ പ്രധാന വേഷത്തിലെത്തുന്ന സിനിമയാണ്. ഒരുപാട് താരങ്ങളുണ്ട് കേട്ടോ. ഒരുപാട് താരങ്ങളുണ്ട്. ഷാജോനുണ്ട്. പിന്നെ നമ്മുടെ സിദ്ധാർത്ഥ് അനുഭൂമി. ഞാൻ ആളെ നിക് നെയിം ഇടാൻ വരുമായിരുന്നു, അപ്പത്തേക്ക് നീ പേര് പറഞ്ഞു. അത് പറയുന്നതിന് മുമ്പ് പറഞ്ഞു. അത് വയ്യാത്ത കഥാപാത്രം ചെയ്യുന്ന ആള്, ആവശ്യ കലാകാരൻ. അനോമി ജനുവരി 30 സിനിമ റിലീസിനെത്തുകയാണ്. അനോമി സിനിമയുടെ ക്യാരക്ടർ പോസ്റ്റേഴ്സ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ബിനു പപ്പുവിൻ്റെ ഒരു ക്യാരക്ടർ പോസ്റ്റർ വന്നിട്ടുണ്ട്. ഷൺമുഖൻ എന്നുള്ള കഥാപാത്രമാണ് ആൾ ചെയ്യുന്നത്. സിനിമ സംവിധാനം ചെയ്യുന്നത് റിയാസ് മാരത്ത്. റിയാസ് മാരത്ത്. ഭാവനയാണ് നായിക, റഹ്മാനാണ് നായകൻ. പിന്നെ
നമ്മുടെ ഷെബിൻ ബൻസൽ ഇതിലൊരു പ്രധാന വേഷം ചെയ്യുന്നുണ്ട് കേട്ടോ. അടുത്തത് ദൃഢം ദൃഢം സിനിമയുടെ ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട്. ഓക്കെ. നമ്മുടെ ഷെയ്ൻ നിഗത്തിന്റെ സിനിമയാണ്. മാർട്ടിൻ ജോസഫാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത് കേട്ടോ. പോലീസ് സ്റ്റോറിയാണ്. പോസ്റ്റർ അല്ല, പിക്സ്, പിക്കുകൾ, കുറച്ച് സ്റ്റിൽസുകളാണ് വന്നിട്ടുള്ളത്. അത് ഇവര് കുറെ നാളായിട്ട് ഇങ്ങനെ സാധനങ്ങൾ ഇട്ടുകൊണ്ടിരിക്കുന്ന. അതെ. ഓക്കെ. ആശാൻ. പറയൂ. അല്ല പറഞ്ഞു ആശാൻ. ഓക്കെ, ആശാനെ. ആശാന്റെ വിശേഷങ്ങൾ നീ തന്നെ പറഞ്ഞു. ആശാൻ തന്നെ പറയട്ടെ. ആവശ്യമില്ലാത്ത ചോദിച്ചു മേടിച്ചാണല്ലോ ഇത്. എനിക്ക് അടുത്ത ആശാ സിനിമയുടെ സോങ് ഇന്ന് വരുന്നുണ്ട് കേട്ടോ. ജോൺ പോൾ ജോർജ് ആണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. ഇന്ദ്രൻസും ജോമോൻ ജോദറും പ്രധാന വേഷത്തിലെത്തുന്ന സിനിമയാണ് കേട്ടോ. ഓക്കെ. നീ എന്താ പള്ളി പോയി പറഞ്ഞോ, എടുത്തോ. ഒരാശാനുമില്ല, എടുത്തോ. കൂലിപ്പണി എടുപ്പിക്കുന്നു ആശാനെ കൊണ്ട്. നിനക്കല്ല ആഗ്രഹം. ആശാൻ എന്ന് പറഞ്ഞ ഒരു റെസ്പെക്ട് ഒക്കെ തരണ്ടേ. കിട്ടുന്ന പ്രതീക്ഷിക്കുന്നുണ്ടോ? ഒരു പ്രതീക്ഷയില്ല, അത് കഴിഞ്ഞു. അടുത്തത് ലാലേട്ടനും കമൽഹാസനും ഒരുമിക്കാൻ പോകുന്ന ഒരു സിനിമ പ്ലാനിങ്ങിൽ നടക്കുന്നുണ്ടെന്നുള്ളതാണ് കേൾക്കുന്നത്. എന്തായാലും സിനിമ സംവിധാനം ചെയ്യാൻ പോകുന്നത് ചിദംബരം ആയിരിക്കും എന്നുള്ളതാണ് കേൾക്കുന്നത്. കൊള്ളാലോ. നമ്മുടെ രാജ്കമാൽ ഫിലിംസ് ആയിരിക്കും നിർമ്മിക്കുന്നു എന്നുള്ള ഒരു ന്യൂസും ഉണ്ട്. ചിദംബരം ആയിരിക്കും മറ്റേ കണക്ഷൻ ഓർമ്മയില്ലേ? അന്ന് കുറെ ഫോട്ടോസ് ഒക്കെ വന്നല്ലേ. അത് നമ്മുടെ കമൽഹാസന്റെ കൂടെ. അടുത്തത് പെണ്ണ് കേസ് സിനിമയുടെ ബുക്കിംഗ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നാളെയാണ് സിനിമ റിലീസിന് എത്തുന്നത്. ഫെബിൻ സിദ്ധാർത്ഥാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. അയ്യോ പറയാൻ മറന്നു, സോറി. നിഖില വിമലാണ് പ്രധാന വേഷത്തെത്തുന്നത്. ഹക്കീം ഷാജഹാനും പിന്നെ ആരൊക്കെയായിരുന്നു? അജു വർഗീസ് ഉണ്ട്, ലാലയുണ്ട്. അടുത്തത് DQ സുധാ കൊങ്കാര മൂവി. പുരാണനൂറില്ലേ, അത് തീരുമാനമായി എന്നറിഞ്ഞപ്പോൾ ഒരു കഥ നമ്മുടെ സുധാ കൊങ്കാര ദുൽഖറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ലവ് സ്റ്റോറിയാണ് പറഞ്ഞത്. പക്ഷേ ഇത് വലിയ ക്യാൻവാസിൽ വലിയ ബഡ്ജറ്റിൽ വരുന്ന സിനിമയായിരിക്കും, അതുകൊണ്ട് നടന്നില്ല എന്നാണ് പറയുന്നത്. വർക്കായില്ല എന്ന്. കാരണം അത് 2 രാജ്യം പിന്നെ ഓശി ഇതൊക്കെ വെച്ചിട്ടുള്ള ഒരു പരിപാടിയൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ഇവർ വേറെ സിനിമ പ്ലാൻ ചെയ്യും. അതായത് ഒരു ആക്ഷൻ സിനിമ, നല്ല ഹൈ ബഡ്ജറ്റിൽ വരുന്നൊരു സിനിമ പ്ലാൻ ചെയ്യുന്നു എന്നുള്ളതാണ് കേൾക്കുന്നത്, പറയുന്നത്. നടക്കില്ലോന്ന് അറിഞ്ഞൂടാ, പറയുന്നുണ്ട്, പ്ലാൻ ഉണ്ട് എന്ന് ആള് പറയുന്നു. അടുത്ത് ദ്രൗപദി 2 സിനിമ പൊങ്കൽ റിലീസായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. മോഹൻജിയാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത് കേട്ടോ. നടരാജൻ സുബ്രഹ്മണ്യാണ് ഇതിലെ നായകനായിട്ട് വരുന്നത് കേട്ടോ. ഓക്കെ. അടുത്തത് ബ്ലാക്ക് 2 രഞ്ജിത്ത് സംവിധാനം ചെയ്ത് ഉദയകൃഷ്ണയുടെ സ്ക്രിപ്റ്റിൽ വരുന്ന സിനിമയാണ്. സിനിമ നമ്മുടെ പ്രകാശ് വർമ്മയാണ് നായകനായി വരുന്നത്. സിനിമയിൽ നമ്മുടെ മമ്മൂക്കുണ്ട് കാമിയായിട്ട്. ഷൺമുഖൻ വരും ഞെട്ടിക്കും. ഓക്കെ. എന്തായാലും ആളുടെ ഭാഗം കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളത് കേട്ടിട്ടുണ്ടായിരുന്നല്ലോ. എന്നാൽ ഇനിയും 2 ദിവസത്തെ ഷൂട്ട് ഉണ്ടാവും എന്നുള്ള ഒരു ന്യൂസ് വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ കുറച്ച് സമയം ഉണ്ടാവും. അപ്പോൾ മൊത്തം 5 ദിവസം അല്ലേ? 5 ദിവസം. അപ്പോൾ കുറച്ച് ടൈം ഉണ്ടാവും ആളുടെ കാമിയോ. അടുത്തത് കസബ. കസബയാണോ കസബ 2 ആണോ എന്ന് അറിഞ്ഞൂടാ. എന്താണെങ്കിലും ജോബി ജോർജ് ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. രാജൻ സഖറിയ ഒരു വരവ് കൂടി വരും. മേ ബി ചിലപ്പോൾ റീ റിലീസ് ആയിരിക്കാം ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഇനി ഇതിന്റെ 2ാം ഭാഗം ആണോ പ്ലാൻ ചെയ്യുന്നത്. പക്ഷെ ഇന്നലെ അത് കൊടുക്കേണ്ട ദിവസമായിരുന്നു. കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം അറിയാലോ, ടോക്സിക്കിന്റെ ട്രെയിലർ വന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ. നമുക്ക് ഈ കസബനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഓർമ്മ വരുന്ന ഒരൊറ്റ സീനാ. അങ്ങനെ നടന്നു വന്നിട്ടേ അവർ തന്നെ ഒരടി അടിച്ചിട്ട് ഇങ്ങനെ ഡാൻസ് ചെയ്ത് പോകുന്നൊരു സീനില്ലേ, അതുപോലെ. സത്യം ഇന്നലെ ആർക്കിട്ടൊക്കെയോ കിട്ടി നല്ല ചെകിട നോക്കി കൊടുത്തു. ഈ ഒരു പോസ്റ്ററും കൂടി വന്നു കഴിഞ്ഞപ്പോ ഗംഭീരമായിട്ട് കിട്ടിയിട്ടുണ്ട്. പലരും അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കൊടുക്കുന്നുണ്ട്. അടുത്തത് മമ്മൂട്ടി ടിനു പാപ്പച്ചൻ മൂവി. അടുപ്പിച്ച് മമ്മൂട്ടിയോ? ശരിയാണല്ലോ. ബ്ലാക്ക് 2 ഇപ്പൊ ഇതായതു. ടിനു പാപ്പച്ചൻ മമ്മൂക്ക ഒരുമിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു റൂമർ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കളിക്കുന്നുണ്ട്. മിക്കവാറും സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കാവ്യ ഫിലിംസ് കമ്പനി ആയിരിക്കും എന്നുള്ളതാണ് കേൾക്കുന്നത്. ഒരിടയ്ക്ക് ഇത് ഡ്രോപ്പായി എന്നൊക്കെ പറഞ്ഞു കേട്ടായിരുന്നു. അപ്പോൾ വീണ്ടും റൂമറുകൾ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും നോക്കാം, വരട്ടെ. സോഷ്യൽ മീഡിയ പറയുന്നത് മലബാർ ഏരിയയിൽ നടക്കുന്ന ഒരു ഗുണ്ടാ പരിപാടിയാണെന്നൊക്കെയാണ്. അറിഞ്ഞൂടാ, നോക്കാം. എന്താണെങ്കിലും അടുത്തത് ബബ്ബ സിനിമയുടെ OTT റിലീസ് ജനുവരി 16 C5. ഓക്കെ, ആയിക്കോട്ടെ.
സന്തോഷമായ ആദ്യമേ പറയാം, നോ ലോജിക് ഓൺലി മാഡ്നസ്. അത്രേ ഉള്ളൂ. ധനഞ്ജയ് ശങ്കർ സംവിധാനം ചെയ്ത് ദിലീപ് നായകനായ സിനിമയാണ്. ലാലേട്ടൻ കാമിയോ ഉണ്ടായിരുന്നു, എക്സ്റ്റൻഡഡ് കാമിയോ. എൻ്റെ അമ്മോ. അടുത്തത് പേട്രിയോട്ട്. പക്ഷേ ഇത് അടുത്ത മമ്മൂക്ക പടം. നിർത്തിയിരുന്നു അല്ലേ. പേട്രിയോട്ട് സിനിമയുടെ ഒഫീഷ്യൽ സെക്കൻഡ് ടീസർ ഉടൻ വരും എന്നുള്ളതാണ് കേൾക്കുന്നത്. ഓക്കെ, വരട്ടെ. സാധനം സെറ്റാക്കി വെച്ചിട്ടുണ്ടെന്നാണ് പുറത്തറിയുന്നത്. എന്താണെങ്കിലും സിനിമേന്റെ ഷൂട്ട് ഇനിയെങ്കിലും അതെ. ഒന്ന് കയറ്റി വിട്, അത്രേ പറയാനുള്ളൂ. എന്ന് പുറത്തുവിടാനതൊക്കെ സിനിമ റിലീസിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ഓരോ സാധനങ്ങൾ ഇട്ട് കത്തിക്കാൻ നോക്കും. അതെ, എന്താണെങ്കിലും മമ്മൂക്കുണ്ട്, ലാലേട്ടുണ്ട്, ഫഹദ് ഉണ്ട്, പിന്നെ ചാക്കോച്ചനുണ്ട്, അവരുണ്ട് ഇവരുണ്ട് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല കേട്ടോ. ഇന്നത്തെ കാലത്ത് ഇതൊന്നും കാര്യമില്ല. സിനിമ നിങ്ങൾ തന്നെ അറിഞ്ഞിരിക്കണം, സാധനം ഇങ്ങനെ ഇട്ട് കൊടുക്കണം, എന്നിട്ട് പ്രേക്ഷകരുടെ ഉള്ളിൽ ആ സിനിമ വരാനുണ്ട് എന്നുള്ള സാധനങ്ങൾ തോന്നിച്ചു കൊടുക്കണം, എന്നിട്ടേ കാര്യമുള്ളൂ. ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും ഈ എപ്പിസോഡ് തീർന്നിരിക്കുകയാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.